ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ അവിടെ നിന്ന് ഫിഷിനെയും പാരറ്റിനെയും ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഈ ഒരു സ്ഥലത്തോട്ടാണ് വരുന്നത്. അപ്പം നമ്മളിവിടെ നല്ലൊരു വെള്ളച്ചാട്ടം കാണുന്നുണ്ടല്ലേ, പാറയും കല്ലും. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യലായിട്ട് അവരുണ്ടാക്കിയെടുത്തേക്കുന്നതാണ്. വളരെ ഭംഗിയായിട്ട് അവരത് സജ്ജീകരിച്ച് വെച്ചേക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ. ഇവിടെ നമ്മൾ യമൂനയൊക്കെ കണ്ടു. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഇതൊക്കെ പുസ്തകങ്ങളിൽ വായിച്ചു മാത്രം പരിചയമുള്ള കുറേയധികം മറ്റ് പക്ഷിമൃഗാദികളെയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റി. അതുപോലെ തന്നെ ഏറ്റവും വലിയ താറാവ്, അതുപോലെ തന്നെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പക്ഷികൾ, ഇതൊക്കെ നമ്മളിവിടുന്ന് കണ്ടു. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ എത്രയും കണ്ടിട്ടും ഇവിടുന്ന് പോരണോന്നേ ഇല്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവൻ താറാവിനോട് കുസ്തി പിടിക്കാൻ പോയി. പിന്നെ ഞങ്ങൾ അടുത്ത സെക്ഷനിലോട്ട് പോയി. അവിടെ വലിയൊരു കുളമുണ്ട്. അവിടെ താറാവിന് നീന്തി കളിക്കാനുള്ള ഒരു സ്പേസൊക്കെ അവർ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്തോട്ടൊന്നും ചാടിപ്പോകാതിരിക്കാൻ വലയൊക്കെ കെട്ടി വളരെ സുരക്ഷിതമായിട്ടാണ് അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ പോകുന്നത് ഇതുപോലുള്ള കുറേ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ചെടികൾ നട്ട് വെച്ചേക്കുന്ന ഒരു സ്ഥലത്തോട്ടാണ്. ഇവിടെ നടന്ന് കാണാനാണെങ്കിൽ നമുക്ക് ഏക്കർ കണക്കിന് സ്ഥലമാണുള്ളത്. പിന്നെ അതിൻ്റെ മധ്യത്തിലായിട്ടാണെങ്കിൽ വരുന്നവർക്ക് ഇരുന്ന് വിശ്രമിക്കാനൊക്കെ ഒരു പ്ലേസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം കാണുമ്പോഴുണ്ടല്ലോ നല്ലൊരു ഭംഗിയാണ്. ആ ഇലകൾ കൊണ്ട് തന്നെ നിറഞ്ഞ് കവർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു കൂടാരെന്ന് തന്നെ പറയാം. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ കുറേ ഫ്രൂട്ട് ചെടികളുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമ്മൾ രുചിച്ചിട്ടില്ലാത്ത പല രീതിയിലുള്ള ഫ്രൂട്ട്സ് ചെടികൾ. നമുക്കിപ്പം തൈകൾ അവിടെ നിന്ന് അവൈലബിൾ അല്ല, തന്നെ അവർ അത് അവൈലബിൾ ആക്കി തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ.